നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്ക് ഏവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വിഭജന വാരാഘോഷത്തോടനുബന്ധിച്ച് അതിൻ്റെ സമാപന ദിനത്തിലേക്ക് ഇന്ന് യുവതി യുവാക്കളോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയോടുകൂടെ പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്നു. യുവതി യുവാക്കളോടൊപ്പം ചേർന്ന് അല്പസമയം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭ്യമായ ഈ നിമിഷങ്ങൾ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റാം. ഈ മനോഹരമായ പ്രഭാതത്തിങ്കൽ അല്പസമയം ധ്യാനത്തിനുള്ള വേദഭാഗം തിമോഥെയോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 1 തിമോഥെയോസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഒരിക്കൽ കൂടി വായിച്ചു കേൾക്കാം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃക ആയിരിക്കുക. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവർ ഒരു സഭയെ അപേക്ഷിച്ചിടത്തോളം സഭയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ആ സഭയിലെ യുവതലമുറയാണ്. കാരണം ഒരു ശരീരത്തിൽ നട്ടെല്ല് അതിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ശരീരത്തിന് പഴയതുപോലെ നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. സഭയിലെ യുവതലമുറകളിൽ ഏതെങ്കിലും ഭാഗത്ത് അറിഞ്ഞോ അറിയാതെയൊക്കെയോ ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ തളരുന്നതും തകർന്നു പോകുന്നതും സഭ തന്നെയാണ്. ആയതുകൊണ്ടാണ് യുവതലമുറ സഭയുടെ നട്ടെല്ല് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സഭയുടെ നട്ടെല്ല് എന്ന് യുവതലമുറയെക്കുറിച്ച് പറയുമ്പോൾ യൗവനത്തിൻ്റെ ഒരവസ്ഥയാണ് തിമോഥെയോസ് തൻ്റെ ലേഖനത്തിൽ കുറിക്കുന്നത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. നിങ്ങൾ മാതൃക ഉള്ളവരായി തീരുക എന്നാണ്. എവിടെയൊക്കെയാണ് മാതൃക ഉള്ളവരായി തീരേണ്ടത്? എന്തിനൊക്കെയാണ് മാതൃക ഉള്ളവരായി തീരേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വാക്കിൽ മറ്റുള്ള വിശ്വാസികൾക്ക് മാതൃക ഉള്ളവരാകണം. നിങ്ങളുടെ നടപ്പിൽ വിശ്വാസിക്ക് മാതൃക ഉള്ളവരായിരിക്കണം. സ്നേഹത്തിൽ വിശ്വാസികൾക്ക് മാതൃക ഉള്ളവർ ആയിരിക്കണം. വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് മാതൃക ഉള്ളവരായിരിക്കണമെന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ് എങ്കിലും ഇതൊരു യൗവന തലമുറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന യൗവന തലമുറയിലേക്ക് യാത്ര ചെയ്തു വരുന്ന ഓരോ യുവതി യുവാക്കളോടുകൂടെ പറയപ്പെടുന്ന ഒരു ഭാഗമാണ്. യൗവന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം. 18 വയസ്സ് മുതൽ 35-40 വയസ്സ് വരെയാണ് അതിൻ്റെ യൗവന പ്രായം, യൗവന കാലഘട്ടം. അപ്പോൾ ഈ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യൗവന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് എന്താണ്? ഞാൻ എൻ്റെ സഭയ്ക്ക് ഈ കാലയളവ് ചെയ്തത്? എന്താണ് ഞാൻ ചെയ്യുവാനായിട്ട് പോകുന്നത്? തിമോഥെയോസ് എഴുതിയ ലേഖനത്തിൽ തിമോഥെയോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിർമ്മലതയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തീരുക. നിങ്ങളുടെ യൗവനം നഷ്ടപ്പെട്ടു തുച്ഛീകരിക്കുക. അത് പറയുന്നത് എങ്ങനെയാണ്? ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കരുതെന്ന് എന്ന് പറയുമ്പോൾ നിന്റെ യൗവനത്തെക്കുറിച്ച് പരിഹസിക്കപ്പെടുവാനായിട്ട് ഇടവരരുത്. അപ്പം ഞാൻ എൻ്റെ യൗവന കാലഘട്ടത്തിൽ ജീവിക്കപ്പെടുമ്പോഴും എൻ്റെ യൗവന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പരിഹാസമായി തീരരുത്. എപ്പോഴാണ് പരിഹാസമായി തീരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായി ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ യൗവന കാലഘട്ടം പരിഹാസപൂർണമായി തീരുന്നത്. എനിക്ക് വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും നിർമ്മലതയില്ലാതായി തീരുമ്പോഴാണ് ഞാൻ പരിഹാസത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുകയും ചെയ്യുന്നു. ദൈവമായി കർത്താവ് ചില ദൗത്യങ്ങൾക്ക് ചിലരെ തിരഞ്ഞെടുത്തതായി വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. മോശെ നോക്കുക. മോശെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. മോശെ എന്ന് പറയുന്ന വ്യക്തി ഒരു യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവനാണ്.
ഈ യൗവന കാലഘട്ടത്തിൽ അവൻ്റെ ബാല്യകാലഘട്ടത്തിൽ ഒരു തെറ്റ് ചെയ്ത് ഓടിപ്പോയി ഓടി ഒളിച്ച് യത്രോവിൻ്റെ അടുക്കൽ ആട്ടിടയനായി ജീവിക്കുന്ന വേളയിലാണ് മോശയെ ദൈവം വിളിക്കുന്നത്. അപ്പോൾ മോശയെ ദൈവം വിളിച്ചത് വെറുതെ അല്ല, ചില കടമകൾ നിർവഹിക്കുവാനായിട്ടാണ്, ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ടാണ്. ആ ഉത്തരവാദിത്വം ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇസ്രായേൽ ജനത്തെ ദൈവത്തോടുകൂടെ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മോശെ ദൈവം തിരഞ്ഞെടുത്തത്. തുടർന്ന് യിരെമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ജാതികൾക്ക് പ്രകാശമായി തീരുവാൻ അത്രയാണ്. അതിൻ്റെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവിനെ വിളിക്കുമ്പോൾ യിരെമ്യാവ് തന്നെ പറയുന്ന, കർത്താവേ, ഞാൻ ബാലനാണ്, ഞാൻ യൗവനക്കാരനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് പ്രവർത്തിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവുകൾ കൊണ്ട് പിന്മാറിപ്പോകുന്ന, പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെയാ, പലതിലും ഒഴിവുകൾ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നവരാണ് നാം എല്ലാം. ഇവിടെ യിരെമ്യാവിനെ ദൈവം വിളിച്ചത് ഒഴിവുകൾ പറഞ്ഞ് മാറുവാനായിട്ടല്ല, മറിച്ച് വിമോചനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനത്രേ യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നത്. 1-ാം അധ്യായം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവിനോടുകൂടെ ദൈവം പറയുന്നത് എങ്ങനെയാണ്? നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് ഒരു ഉത്തരവാദിത്വം ദൈവം നൽകിയ, ഈ ഉത്തരവാദിത്വം ചിലത് പൊളിച്ചു കളയുക, ചിലത് പണി കഴിപ്പിക്കുക, ചിലത് നിലനിർത്തുക, ചിലത് ഇല്ലാതാക്കി കളയുക, വെട്ടിക്കളയുക. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കൂരയോട് ചാങ്ങി നിൽക്കുന്ന എത്ര തന്നെ ഫലം കായ്ക്കുന്ന മരമായിരുന്നാലും അത് അപകടമാണ് എങ്കിൽ നാം വെട്ടിക്കളയാറുണ്ട്. ഒരിക്കലും അതിൽ നല്ല തേങ്ങ കിട്ടുമല്ല, നല്ല ഫലം കിട്ടുമെന്ന് വെച്ചിട്ട് അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് അത് നിലനിർത്തില്ല. അത് അപകടമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വെട്ടിക്കളയും. ഇവിടെ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ഇസ്രായേലിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്, വിമോചനത്തിന് വേണ്ടി അയക്കുകയാണ്, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും ഇടിക്കുവാനും പണിയുവാനും കെട്ടുവാനും ഒക്കെ ഞാൻ നിന്നെ അയക്കുന്നുണ്ട് എന്ന് കർത്താവായ ദൈവം യിരെമ്യാവിനോട് കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. ആയതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോഴും അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒത്തിരി യൗവന തലമുറക്കാർ യേശുവിൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചു എന്നതാണ്. യേശുവിൻ്റെ പിന്നാലെ വരുവാനായിട്ട് അവർ ആഗ്രഹിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് യേശു അവരോടുകൂടെ പറയുന്നത് എങ്ങനെയാണ്? അവർ പറയുന്ന, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. ഇത് പറയുന്നത് യൗവന തലമുറകളിലേക്ക് കടന്നു വന്നവരാണ്. യേശുവിൻ്റെ പ്രവർത്തനം കണ്ടിട്ട്, യേശുവിൻ്റെ ശുശ്രൂഷ കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഈ മനുഷ്യർ പറയുന്നത്, ഞങ്ങൾ നിന്നെ അനുഗമിക്കാം. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തലച്ചായ്ക്കുവാൻ ഇടമില്ല. മനുഷ്യപുത്രനെ തലച്ചായ്ക്കുവാൻ ഇടമില്ല എന്ന് ആ മനുഷ്യരോട് കൂടെ പറയുമ്പോൾ അവർ പിന്തിരിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത്. ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയും, നീ ദൈവത്തെ സ്നേഹിക്കുക, അത് പൂർണ്ണ ഹൃദയത്തോടുകൂടി ആകട്ടെ, പൂർണ്ണ ആത്മാവോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടി ആകട്ടെ. അതെല്ലാം ഞാൻ ചെയ്തു വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ നോക്കിയിട്ട് നിനക്കൊരു കുറവുണ്ട്. എന്താണ് അവൻ്റെ കുറവ്? അവൻ്റെ സമ്പത്താണ്. അപ്പോൾ ഈ കുറവിനെ ഒന്ന് നികത്തുക, കുറവിനെ ഒന്ന് ഇല്ലാതാക്കുക, നിനക്കുള്ളതെല്ലാം വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് അനുഗമിക്കുക എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുവാൻ വന്നവർ കർത്താവിൻ്റെ വാക്ക് കേട്ട് പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. പ്രിയമുള്ളവരെ, നമ്മുടെ സഭകളിലെ യുവാക്കളെ, യുവതലമുറയെ ദൈവം തിരഞ്ഞെടുത്തത് ചില നല്ല കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്, ദൈവം നൽകുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സഭയിലായിരുന്നാലും മറ്റുള്ള സഭകളിലെ യുവതലമുറയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവവിളി സ്വീകരിക്കുക എന്ന് പറയുന്നത് ത്യാഗം നിറയപ്പെട്ട അനുഭവമാണ്, അത് സഹനമാണ്. അത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ദൈവവിളി സ്വീകരിച്ച് അതിൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് അത് ലളിതമായൊരവസ്ഥയല്ല. പരിഹാസമുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും, തള്ളിപ്പറച്ചിലുണ്ടാകാം, തുച്ഛീകരിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകാം. ത്യാഗം നിറയപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് കർത്താവിൻ്റെ വിളി സ്വീകരിക്കുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ
പ്രിയരെ, നമ്മെല്ലാവരെയും യുവതലമുറകളായ നമ്മെല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുവജന ഞായറാഴ്ചയിൽ യൗവനക്കാർ സഭയ്ക്കകത്തും പുറത്തും എങ്ങനെയാകണം? അതാണ് നമ്മുടെ ധ്യാനചിന്ത. യൗവനക്കാർ നമ്മുടെ സഭയ്ക്കകത്തും പുറത്തും എങ്ങനെയുള്ളവരായിത്തീരണം? 5 ചിന്തകളോടുകൂടെ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. യെശയ്യാവ് 40-ാമത്തെ അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരു യൗവന തലമുറ എങ്ങനെയായിരിക്കണം എന്നാണ് ഒന്നാമത് പറയുന്നത്. നമ്മൾ സഭയിൽ എങ്ങനെയായിരിക്കണം? സഭയ്ക്ക് പുറത്ത് യുവാവായ യുവതിയായ യൗവന തലമുറകളിലേക്ക് കടന്നുപോയ ഞാൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ പറയുക, അത് പറയുന്നത് എങ്ങനെയാണ്? ജീവിതം കഴുകനെ പോലെ പുതുപ്പിക്കണം. ജീവിതം കഴുകനെ പോലെ പുതുക്കപ്പെടണം എന്നാണ്. കഴുകന്റെ സ്വഭാവം നമുക്കറിയാം. കഴുകൻ ഒരിക്കലും സ്വയം മരിക്കുവാൻ ആഗ്രഹിക്കത്തില്ല. കഴുകൻ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക. കഴുകന്റെ ആയുസ് അറിയാം, 60-70 വർഷക്കാലമാണ് കഴുകന്റെ ആയുസ് എന്ന് പറയുന്നത്. 40 സംവത്സരം കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം ക്ഷയിച്ചു പോകും. അപ്പോൾ ഈ കഴുകന്റെ മുൻപിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന്, ക്ഷയിച്ച ശരീരത്തോടുകൂടെ മരിച്ചു കളക. 2, ക്ഷയിച്ച ശരീരത്തോടുകൂടെ മരിക്കാതെ ശരീരത്തെ ത്യാഗം അനുഭവിച്ച് പുനർശക്തിയോടുകൂടെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. കഴുകൻ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല. കഴുകൻ എപ്പോഴും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ യൗവനക്കാർ എങ്ങനെ ആയിരിക്കണം? കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കുന്നവർ ആയിരിക്കണം യൗവനക്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോഴും, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ വ്യക്തി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഞാനായിട്ട് പനയം കൊണ്ട ശീലം മാറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ഞാനായിട്ട് കുറേ ശീലങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ഉയരാനായിട്ട് കഴിയുന്നില്ല, എനിക്ക് പറക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല എന്ന്. കഴുകൻ നോക്കുക, ഒരു ഉപമയെ പറയുന്നത്, കഴുകനെ പോലെ നീ പറന്നു വരണം, ഉയരങ്ങളിലേക്ക് പറന്നു വരണം, നീ പുതിയ ശക്തി പ്രാപിക്കണം. അവിടെയാണ് യൗവന തലമുറകളിൽ എനിക്ക് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് കഴിയുക. ചില നിരാശകളും ചില ഭാരങ്ങളും ചില വേദനകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, പിന്നിലേക്ക് വലിയുക, ഉൾവലിയുക. ഈ ഉൾവലിയുന്നത് കണ്ട് നഷ്ടമായി പോകുന്നത് എൻ്റെ യൗവനകാലം, നിന്റെ യൗവനകാലം. നിന്നിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ യൗവന കാലഘട്ടത്തിലെ ചില ജീവിത രീതികൾ അത് എന്നിലും നിന്നിലും നഷ്ടമായി പോകുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ ഉണ്ടാകണം എന്നതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മളുണ്ടാകുമ്പോൾ ഒന്നൊന്ന് കഴുകനെ പോലെ ഉയരുവാനായിട്ട്, കഴുകനെ പോലെ പറക്കുവാനായിട്ട്, കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുവാനായിട്ട് നമുക്കാണ്. അപ്പോൾ യൗവനക്കാർ സഭയ്ക്കകത്തും പുറത്തും ഒന്ന് പറയുന്നത് ജീവിതം കഴുകനെ പോലെ പുതുക്കപ്പെടണം. 2, സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. സഭാപ്രസംഗി 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആരാണ് സൃഷ്ടാവ്? എന്നെ സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പനോ അമ്മയോ അല്ല, എന്നെ സൃഷ്ടിച്ചതിൻ്റെ ദൈവമാണല്ലേ. ഏതേൻ തോട്ടത്തിൽ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് ആ മനുഷ്യന് തക്കതായി തുണ ഉണ്ടാക്കി കൊടുത്ത് കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്തിയ കർത്താവാണ് എൻ്റെ നിൻ്റെയും ഒക്കെ സൃഷ്ടാവ്. അപ്പൊ പറയുകയാണ്, ഈ യൗവന കാലഘട്ടത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാനായിട്ട് കഴിയുക. അപ്പൊ 2 പറയുന്നത് യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുക എന്നതാണ്. യൗവന കാലഘട്ടത്തിൽ കഴുകനെ പോലെ പറക്കുക മാത്രമല്ല, 2 യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം എനിക്ക് ഉണ്ടാകണം എന്നതാണ്. ഇന്ന് യൗവന ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും സൃഷ്ടാവിനെ മറന്നുള്ള ഒരു ജീവിതമാണ്.
സൃഷ്ടാവിനെ മറന്നുള്ള ആരാധനയോ പ്രാർത്ഥനയോ ഒക്കെ മറന്നു പോകണം. ഞാനിന്ന് ആരാധനയിൽ നമ്മുടെ സഭയിൽ ഇന്നത്തെ യുവജനവാരത്തിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ സഭയിലെ യുവതയുവാക്കളുടെ എണ്ണം എടുക്കുക. അപ്പോൾ എണ്ണം എടുത്തപ്പോഴേ എനിക്ക് കിട്ടിയത് വെറും 10 പേര് മാത്രമേ യുവതയുവാക്കളായിട്ട് നമ്മുടെ സഭയിലുള്ളൂ. ഏകദേശം 20, 22, 25 യുവതലമുറ നമ്മുടെ സഭയിൽ ഉണ്ടാകുമ്പോൾ ആ യുവാക്കളുടെ യുവജന വാരാഘോഷത്തിന്റെ സമാപനത്തിൽ പലപ്പോഴും ആരാധനയ്ക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ല. 3 പെൺകുട്ടികളും 7 ആൺകുട്ടികളും മാത്രമാണ് നമ്മുടെ യൗവന തലമുറകൾ ഇന്ന് ദേവാലയത്തിനകത്ത്. നമ്മുടെ യൗവന തലമുറ എത്രത്തോളം ക്ഷീണിച്ചു പോകുന്നുണ്ട് എന്ന് നാം ഒന്ന് തിരിച്ചറിയുക. എത്രത്തോളം അതിങ്ങനെ നിരാശപ്പെട്ട് അതിങ്ങനെ തകർന്നു പോകുന്നുണ്ടെന്ന് നാം തിരിച്ചറിയുക എന്നതാണ്. സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദൈവത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അറിവ് നമുക്കുണ്ട്. ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 4, 8 വാക്യങ്ങൾ, 4 മുതൽ അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, വചനം നിന്റെ ഹൃദയത്തിൽ എഴുതപ്പെടണം, വചനം നിന്റെ കട്ടളമേൽ എഴുതി സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നീ വചനത്തിൽ കൂടെയാണ് നടക്കേണ്ടത്. കട്ടളകളിൽ വചനം എഴുതി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിന്റെ ഭവനത്തിൽ യേശു ഈ ഭവനത്തിന്റെ രക്ഷകൻ എന്ന് എഴുതി സൂക്ഷിക്കാനായിട്ടല്ല, യേശു ഈ ഭവനത്തിന്റെ നായകൻ എന്ന് എഴുതി സൂക്ഷിക്കുവാനായിട്ടല്ല. ദൈവീകമായ കൽപ്പനകൾ നിന്റെ ഭവനത്തിന്റെ കട്ടളകളിൽ എഴുതി സൂക്ഷിച്ച് ആ ദൈവീകമായ നിയമത്തിന്റെ അനുസൃതമാകുന്ന ജീവിത രീതികളിൽ കൂടെ നീ ഒന്ന് കടന്നു പോകണമെന്നാണ്. അവിടെയാണ് സൃഷ്ടാവിനെ ഓർക്കുവാനായിട്ട്, സൃഷ്ടാവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. അപ്പോൾ ഒരു യുവതലമുറ എന്ന് പറയുന്നത് സഭയ്ക്കകത്തും പുറത്തും സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുന്നവർ ആയിത്തീരണം. 3 യുവതലമുറ എന്ന് പറയുന്നത് മത്തായി സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. മത്തായി 13, 8-ാമത്തെ വാക്യം. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു 100, 60, 30 മേനി ഫലം കായ്ച്ചു എന്നതാണ്. അപ്പം മറ്റ് ചിലത്, അതൊരു ഉപമയാണ്, വിധക്കാരൻ്റെ ഉപമയാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, പാറപ്പുറത്ത് വീണു, അത് ഇല്ലാതായി പോകുന്നു, വഴിയരികിൽ വീണു, അത് ഇല്ലാതായിത്തീരുന്നു, മുള്ളിനിടയിൽ വീഴുന്നു, ഇല്ലാതായിത്തീരുന്നു, അവസാനം വീഴുന്നത് നല്ല നിലത്താണ്. അപ്പം നല്ല നിലത്ത് വീഴുന്നത് 100, 60, 30 മേനി ഫലം കായ്ച്ചു. സഭയ്ക്ക് പുറത്ത് എൻ്റെ ഭവനത്തിൽ ഞാൻ ഒരു യുവതലമുറ എന്ന തലത്തിൽ ഞാൻ ആയിരിക്കേണ്ടത് ജീവിതത്തെ നല്ല നിലങ്ങളാക്കി തീർക്കുക എന്നതാണ്. ജീവിതത്തെ നല്ല നിലങ്ങളാക്കുക എന്ന് പറയുമ്പോൾ അത് ചില ത്യാഗമാണ്, അല്ലേ? ത്യാഗം എന്ന് പറയുമ്പോൾ, നിലം ഒരുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ കഷ്ടതയുണ്ട്. അതിലെ മുള്ളും പറക്കാരും എടുത്ത് കളയുക, അതിനെ ഉഴുതുമറിക്കുക, അതിനാവശ്യമായ വളം കൊടുക്കുക, അതിനാവശ്യമായ വെള്ളം കൊടുക്കുക, അതിനുശേഷം അതിൽ വിത്ത് വിതയ്ക്കുക. ഇതാണ് ഈ ഒരു നിലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിലുണ്ടായിരിക്കുന്ന എല്ലാം എടുത്തുമാറ്റി ഫലം കായ്ക്കുവാൻ തക്കവിധം ആ നിലത്തെ ക്രമീകരിക്കുക ത്യാഗമുള്ള അനുഭവമാണ്, കഷ്ടതയുടെ അനുഭവമാണ്. ഇതൊന്നും ചെയ്യാതെ ഞാൻ ആ നിലത്ത് വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ആ വിത്ത് മുളച്ചു വരും, പക്ഷേ അത് കായ്ക്കാതെ പൂക്കാതെ നഷ്ടപ്പെട്ട് മുള്ളിനിടയിൽ വീഴപ്പെട്ട വിത്ത് പോലെ ആയിത്തീരും എന്നതാണ്. ജീവിതത്തെ എപ്പോഴും നല്ല നിലങ്ങൾ ആക്കി തീർക്കുക. ഈ നല്ല നിലങ്ങളാക്കുന്നിടത്ത് നല്ല ഫലം കായ്ക്കുക. വചനം കേൾക്കുകയല്ല, ആ കേൾക്കുന്ന വചനം ഹൃദയമാകുന്ന നല്ല നിലത്ത്, അതിൻ്റെ ഹൃദയത്തിലെ ചില മുള്ളുണ്ട്, ചില പറക്കാരുണ്ട്, അതൊക്കെ എടുത്തു കളഞ്ഞ് അതിനെ വചനം കൊണ്ട് ഉഴുതു മറിക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് അവിടെ വചനമാകുന്ന വിത്ത് വിതയ്ക്കണം. ആ വചനമാകുന്ന വിത്താണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ വാക്കിലും നടപ്പിലും നിർമ്മലതയുള്ളവരായിട്ട്, വിശ്വാസികൾക്ക് നിർമ്മലതയുള്ളവരായിട്ട്, വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായി തീരുക എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ജീവിതത്തെ എപ്പോഴും നല്ല നിലങ്ങളാക്കി തീർക്കുവാൻ ഒരു യുവ തലമുറയ്ക്ക് കഴിയണം. 4 മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി 25, 21. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. ആരാണ് ഈ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ? താലന്തുകളുടെ ഉപമയാണ്. 5 താലന്ത് കിട്ടിയവൻ, 2 താലന്ത് കിട്ടിയവൻ, 1 താലന്ത് കിട്ടിയവൻ. അവസാനം യജമാൻ്റെ അടുക്കലേക്ക് വരിക. യജമാനൻ ഈ 3 പേരെയും 3 ഇങ്ങനെ വേർതിരിച്ച് നിർത്തി. 5 കിട്ടിയവരോട് കൂടെ പറയുന്നുണ്ട്, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, യജമാന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക. 2 കിട്ടിയവനോട് കൂടെ പറയുന്നത് തന്നെയാണ്, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 1 കിട്ടിയവനെ പറയുന്നത് ദുഷ്ടദാസനെ എന്നാണ് പറയുന്നത്.
അവിടെ വിളിക്കുന്ന ഒരു വാക്ക് ദുഷ്ടദാസൻ എന്നാണ്. അപ്പൊ നാശത്തിന് യോഗ്യനായി തീർന്നവന്, യൂദയെ നോക്കിയിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. ഒരു യുവതലമുറയെ നോക്കിയിട്ട് കർത്താവ് അങ്ങനെ പറയണമെങ്കിൽ അവനിലൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. ഇവിടെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്നതിന് കാരണം അവർ ചെയ്യേണ്ട കടമകളെ ചെയ്തു തീർത്തു എന്നാണ്. 5 കിട്ടി 5 കൂടെ നേടി, 2 കിട്ടി 2 കൂടെ നേടി, ആ എല്ലാം കൊണ്ട് യജമാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 4ാമത് പറയുന്നത് ദൈവസന്നിധിയിൽ വിശ്വസ്ത വേലക്കാരനായി തീരുക എന്നതാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്ത വേലക്കാരനായി തീരുക. നാം ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തനായി തീരുക. കാരണം യജമാനർ മുമ്പാകെ ഒരു നാൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന വേലയിൽ വിശ്വസ്തതയില്ല എങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. അവിടെയാണ് കർത്താവ് പറയുന്നത് നല്ലവനും നന്നും വിശ്വസ്തനുമായ ദാസനെ എന്നും ദുഷ്ടദാസൻ എന്നൊക്കെ പറയുന്നത് ഈ ന്യായാസനത്തിൻ്റെ അടുക്കൽ നിന്നിട്ടാണ്, ന്യായവിധി കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ന്യായവിധി കാലഘട്ടത്തിൽ ഏത് അവസ്ഥയിൽ ഞാൻ നിൽക്കണം? ദുഷ്ടദാസൻ എന്ന പേരിനെ വിളിക്ക് യോഗ്യനായി തീരണമോ, അതോ നന്ന് വിശ്വസ്തന ദാസൻ എന്ന പേരിന് യോഗ്യനായി തീരണമോ? പ്രിയരെ, ഈ യുവതലമുറ ദൈവസന്നിധി വിശ്വസ്ത വേലക്കാരനായി തീരുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. 5ാമതും അവസാനവുമായി പറയുന്നുണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേൽ 1:8. എന്നാൽ രാജാവിൻ്റെ, ദാനിയേൽ പറയുന്നൊരു കാര്യമാണ്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ ഇപ്പം നിൽക്കുന്നത് രാജാവിൻ്റെ സന്നിധിയിലാണ്. രാജാവ് അടിമയെ പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന ബാബേൽ പ്രവാസത്തിലെ ചിലരാണ്. സദ്രമേശ്, അബേദ്നെഗോ, ദാനിയേൽ, അങ്ങനെ 4 പേരവിടെ ഉണ്ട്. അതില് ദാനിയേൽ പറയുകയാണ്, ഹൃദയത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമാണ്, രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന ആ ഒരു വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തുടർന്ന് ദാനിയേലിന്റെ ജീവിതം കാണുമ്പോൾ ഈ നിശ്ചയിച്ച കാര്യങ്ങൾ ദാനിയേൽ പൂർണ്ണമായി ചെയ്തു തീർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 5 യൗവന തലമുറ എന്ന് പറയുന്ന സഭയ്ക്കകത്തും പുറത്തും വിശുദ്ധിയിൽ ജീവിക്കുന്നവരായി തീരുകയാണ്. വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നാം ഇന്ന് വായിച്ചു കേട്ട മർക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 28 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പെന്നാണ് പറയാം. അപ്പം ഞാനെപ്പോഴും വിശുദ്ധനായി, എൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കണമെങ്കിൽ, എൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണമെങ്കിൽ പ്രാർത്ഥന എന്നിലുണ്ടാകണം. പ്രിയമുള്ളവരെ, ശാരീരികമായ ഒരു വിശുദ്ധിയും മാനസികമായ വിശുദ്ധിയും നമുക്കുണ്ടാകണം. യോസേഫിനെ അടിമയായി വിൽക്കപ്പെടുമ്പോൾ യോസേഫിനെ നേരെ കൊണ്ടുവരുന്ന പോത്തിഫറിന്റെ ഭവനത്തിലേക്കാണ്. അപ്പൊ പോത്തിഫർ ഇല്ലാത്ത സാഹചര്യത്തിൽ പോത്തിഫറിന്റെ ഭാര്യ യോസേഫിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്നും ഓടി ഒളിക്കുകയാണ് യോസേഫ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുമ്പോൾ അവൻ ദൈവസന്നിധി വിശുദ്ധി നിലനിർത്തുവാനായി, ശരീരത്തിന്റെയും മനസ്സിന്റെയും വിശുദ്ധി നിലനിർത്തുവാനായി നിയമിക്കപ്പെട്ടവനായി. അവൻ എത്രയാണ് വിശുദ്ധി നിലനിർത്തുക? എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ? എൻ്റെ ശരീരത്തിൽ വിശുദ്ധിയുണ്ടോ? അകൃത്യങ്ങളെ വിട്ടുപടിഞ്ഞ് ഹൃദയ വിശുദ്ധീകരണത്തോടുകൂടെ ഈ യൗവന തലമുറകളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. 5 കാര്യങ്ങൾ യുവതലമുറ സഭയ്ക്കകത്ത് പുറത്തും എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. 1, ജീവിതം കഴുകനെ പോലെ പുതുപ്പിക്കപ്പെടണം. 2, യൗവനത്തിൽ ദൈവത്തെ ഓർത്ത് സൃഷ്ടാവിനെ പൂർണ്ണമായി ദൈവത്തോടുള്ള അറിവ് ഉള്ളവനായിട്ടിരിക്കണം. 3, ജീവിതത്തെ നല്ല നിലങ്ങളാക്കുക. 4, വിശ്വസ്ത ദാസന്മാരെ വേലക്കാരായി തീരുക. 5, എപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായി മാറുക. തിമോഥെയോസ് 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇങ്ങനെ വായിക്കാം, യൗവനം ആരും തുച്ഛീകരിക്കരുത്. ഈ ചിന്തിച്ച 4-5 ചിന്തകളോടൊപ്പം ചേർന്ന് എൻ്റെ യൗവനം തുച്ഛീകരിക്കപ്പെടുന്ന അനുഭവമാണോ എന്ന് നമുക്ക് നമ്മോട് ചോദിക്കും. ഒരു ആത്മപരിശോധന നടത്താം. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വസ്തതയിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, സഭയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് യുവ തലമുറയാണ്. സഭയ്ക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്നത് യുവ തലമുറകളിൽ കൂടെയാണ്. യുവതലമുറ എന്നും എപ്പോഴും സിയോൻ പുനലൂതറ സഭയുടെ
നട്ടല്ലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് ദൈവസന്നിധി നമുക്കൊരുക്കം വിശുദ്ധമുള്ളവരായി തീരാം. തന്നെ അശുദ്ധീകരിക്കാതെ വിശുദ്ധിയുടെ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഉണർവിൻ്റെ അനുഭവത്തോടുകൂടി ജീവിപ്പാൻ ഓരോ യുവതലമുറകളെ നമ്മുടെ സഭയെ സർവശക്തനായ ദൈവം ആത്മാവിനാൽ നയിക്കട്ടെ, ആത്മാവിനെ ബലപ്പെടുത്തി കാക്കുമാറാകട്ടെ. നമ്മെ സകല ബുദ്ധിയും കവിയും ദിവസമാറ്റാനും നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിലും ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ധർമ്മശാസ്ത്രവാക്യങ്ങൾ പാടി പ്രാർത്ഥിക്കാം.